നമസ്കാരം. ലോസ് ആഞ്ചലസിലേക്ക് പുറപ്പെട്ട അമേരിക്കൻ എയർലൈൻസ് വിമാനം ഹവായ് മലനിരകളിൽ ഇടിച്ച് തകരാതിരുന്നത് തലനാരിഴയ്ക്ക്. ഈ സംഭവത്തെ തുടർന്ന് എയർ ട്രാഫിക് കൺട്രോൾ വീഴ്ചയെക്കുറിച്ച് അടിയന്തര അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സ്ഥിരമായി യാത്ര ചെയ്യുന്ന വഴിയിൽ സംഭവിച്ച ഈ അപകടം എയർ ട്രാഫിക് നിയന്ത്രണ സംവിധാനങ്ങളുടെ കാര്യക്ഷമതയും വിമാനത്തിലെ നാവിഗേഷൻ സിസ്റ്റത്തെയുമാണ് ചോദ്യം ചെയ്യുന്നത്. AA-298 എന്ന വിമാനമാണ് ഹോനോലുലുവിൽ നിന്ന് യാത്രയ്ക്ക് ശേഷം വിമാനം ഹവായിലെ മലയ്ക്ക് സമീപം അപകടമാം വിധത്തിലെത്തിയത്. പൈലറ്റുമാർ ഉടൻ തന്നെ വിമാനം കൂടുതൽ പൊക്കി പറത്തിയതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. പ്രാഥമിക പരിശോധന അനുസരിച്ച് എയർ ട്രാഫിക് കൺട്രോൾ മുറിയിൽ നിന്ന് പറഞ്ഞുകൊടുത്തതിലുണ്ടായ പിഴവെന്നാണ് സംശയിക്കുന്നത്. കൂടാതെ വിമാനത്തിനുള്ളിലെ ഓട്ടോമാറ്റഡ് നാവിഗേഷൻ സിസ്റ്റത്തിലോ മറ്റോ ഉണ്ടായ പിഴവുകളും പരിശോധിക്കുന്നുണ്ട്. കാലാവസ്ഥ അനുകൂല സാഹചര്യത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിച്ചതിനു ശേഷമേ ഒരു ഉത്തരത്തിലെത്താൻ സാധിക്കുകയുള്ളൂ. എയർ ട്രാഫിക് കൺട്രോൾ കേസിൽ ഫലപ്രദമായ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. സംഭവത്തിന് പിന്നിലെ കാരണങ്ങൾ കണ്ടെത്തുന്നതിനും ഭാവിയിൽ ഇത്തരത്തിൽ അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കർശന നടപടികൾ കൈക്കൊള്ളുമെന്നും അധികൃതർ വ്യക്തമാക്കുന്നു. അമേരിക്കൻ എയർലൈൻസ് ഈ സംഭവത്തെക്കുറിച്ച് ആധികാരികമായ അന്വേഷണം നടത്തുമെന്നും ഉറപ്പ് നൽകിയിട്ടുണ്ട്. യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയും നടത്തില്ലെന്ന് എയർലൈൻ പ്രസ്താവിച്ചു. സുരക്ഷയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകി കൂടുതൽ കരുതലോടെ ഉള്ള പ്രവർത്തനങ്ങളിലേക്ക് മാറുമെന്നും അധികൃതർ അറിയിച്ചു. സംഭവം പരിപൂർണമായി അന്വേഷിച്ച ശേഷമേ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകുള്ളൂ എന്നും അവർ പറഞ്ഞു. അതേസമയം വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാർക്ക് ഈ സമയത്ത് പ്രത്യേകമായി ഒന്നും അനുഭവപ്പെട്ടില്ലെന്നും യാത്രക്കാർ പറയുന്നു. മറ്റ് സമയങ്ങളിൽ പറക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ഉയരത്തിലാണ് പറക്കുന്നതെന്ന് മാത്രമാണ് തോന്നിയത്. മറ്റു പൊരുത്തക്കേടുകളൊന്നും തോന്നിയില്ല എന്നും അവർ പറയുന്നു.